ഹായ് ഫ്രണ്ട്സ്, സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജലദോഷമോ പനിയോ മൂക്കൊലിപ്പോ അല്ലെങ്കിൽ തലവേദനയായിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി പിടിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്കുണ്ടാകുന്ന പൊതുവെ ഒരു സംശയമാണ് എന്ത് ഇട്ട് നമ്മൾ ആവി പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിനെന്ന്. ചിലർ പറയും വിക്സ് ഇട്ടാൽ നല്ലതാണെന്ന്, അതുപോലെ തന്നെ ചിലർ പറയും അമൃതാഞ്ജൻ ഇട്ടാൽ നല്ലതാണ്, അല്ലെങ്കിൽ ചിലർ പറയും നമ്മുടെ ഫാർമസിയിലൊക്കെ കിട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്രീമുകൾ ഇട്ടാൽ നല്ലതാണെന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് നമ്മൾ എന്തിട്ടാണ് ആവി പിടിക്കുന്നതിനൊന്നും അല്ല കാര്യം, നമ്മൾ എങ്ങനെയാണ് ആവി പിടിക്കുന്നത് എന്നുള്ളതിനാട്ടെ ഇമ്പോർട്ടന്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആവി പിടിക്കുമ്പോൾ നമ്മുടെ ആ ചൂടാവി നമ്മുടെ സൈനസിൽ നെറ്റിയുടെ ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലണം, അല്ലെങ്കിൽ മൂക്കിൽ കൂടെ നമ്മുടെ സൈനസിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലണം. അതിലാണ് ഇമ്പോർട്ടന്റ്. അതിൽ നമ്മൾ വിക്സ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ ടൈഗർ ബാം ഇടുന്നുണ്ടോ എന്നുള്ളതിലൊന്നും അല്ല കാര്യം. ഈ ആവി നമ്മുടെ ഈ മുഖത്തിന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇടിച്ച് കയറണം, അതിലാണ് കാര്യം. ഇങ്ങനെ ഈ ആവി നമ്മുടെ ഈ സൈനസിലേക്ക് തട്ടുമ്പോൾ ആ ഭാഗത്തുള്ള രക്തക്കോടുകൾ വികസിക്കുകയും അവിടെയുള്ള കഫം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് കേട്ടോ നോർമലി സംഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന സാധനത്തിന് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ഇല്ല. സത്യത്തിൽ നമ്മൾ ഈ കഫ ഇളകി പോരാനായിട്ടെന്നുള്ള ധാരണയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിക്സ് പോലുള്ള വേപ്പറബിൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആവി പിടിക്കാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഫ അവിടെ അടിഞ്ഞുകൂടാനാണ് കാരണമാകുക. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ആവി പിടിക്കാം. അതല്ലെങ്കിൽ അല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആവി പിടിക്കാം. അതല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട് ആവി പിടിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് തുളസിയുടെ ഇല ഇട്ടിട്ട് ആവി പിടിക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവി പിടിക്കുന്ന സമയത്ത് വിക്സ് പോലുള്ള വേപ്പറബിൾ ഉപയോഗിച്ച് ആവി പിടിക്കാതിരിക്കാൻ നോക്കുക.